ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. കാരണം ബിഗ് ബോസ് ഇപ്പം ആ ഒരു ഇനിയിപ്പോൾ 30 ഡേയ്സ് കൂടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് കപ്പ് കിട്ടുമെന്ന് തോന്നുന്ന ആൾക്കാർ, കപ്പ് കിട്ടുന്നല്ല, ടോപ്പ് 5 ഞാൻ വരുമെന്ന് വിചാരിക്കുന്ന 5 ആൾക്കാരുണ്ട്. ഒന്ന് ഷാനവാസ്, അനീഷ്, അനുമോള്, പിന്നെ ആദില, നൂറയിൽ ആരെങ്കിലും ഒരാൾ. ആദില എന്തായാലും ഉണ്ടാവും, നൂറ് ചിലപ്പം പോകാൻ മതിയോ. പിന്നെ വന്നിട്ടുള്ളത് ആര്യൻ ഒരു അക്ബറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെന്തായാലും ടോപ്പ് 5 വരുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇവരുടെ ഗെയിം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവർ നല്ല അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് തന്നെയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ പറയാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 ദിവസമായിട്ട് ഷാനവാസ് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഷാനവാസിന് മനസ്സിലായി ആദില പിന്നിൽ നിന്ന് നല്ലോണം കളിക്കുന്നുണ്ട് എന്നുള്ളത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് അവരുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ പിന്നെ ഒഴിവാക്കിയതായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ വീണ്ടും അത് ഒരു ആങ്ങള പെങ്ങളാന്നുള്ള ആ ഒരു പണ്ടത്തെ ആ ഒരു ലെവലിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഷാനവാസ് കരയുന്നൊക്കെ ഉണ്ട്. അപ്പം ഷാനവാസിന് പക്ഷേ മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് നമ്മൾ ഭയങ്കര കണ്ട് വിശ്വസിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അവിശ്വാസം വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആര് പറഞ്ഞാലും നമുക്കത് മനസ്സിലാവില്ല. ഇവർ ഫേക്കാണെന്ന് പറഞ്ഞാലൊന്നും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അങ്ങനെ ഷാനവാസിന് മനസ്സിലായിട്ടും അവരൊരു ഫേക്കാണെന്ന് അംഗീകരിക്കാൻ മടിച്ചിട്ട് പിന്നെയും അവരുടെ കൂടെ കൂടുന്നതാണോ എന്നുള്ളത് മനസ്സിലാകുന്നില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അനീഷിൻ്റെ കാര്യമാണ്. കാരണം അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ അനീഷ് ഒരു എനിക്ക് തോന്നുന്ന ഒരു 50% തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസിന് അങ്ങനെയല്ല. കാരണം ഷാനവാസ് വന്ന ആ ഒരു ടൈമിൽ ഇത്രയും ഒരു ഇതുള്ള ഒരു ഗ്യാപ്പിട്ട് നിൽക്കുന്ന ആളെ എങ്ങനെയെങ്കിലും ഒന്ന് തൻ്റെ വരുതിയിൽ വരുത്താമെന്നുള്ളൊരു ഇതേ ഷാനവാസിന് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ തൻ്റെ പിന്നെ ആ ഒരു സർക്കിളിലേക്ക് അനീഷ് വന്നതെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അനീഷിനെ മെല്ലെ അങ്ങനെ ഒരു തഴയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം അനീഷ് ഇന്നലെ പറയുന്നുണ്ട് ആദിലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറേ അനീഷായിട്ട് ഡിസ്കസ് ചെയ്തതാണെന്നുള്ളത്. പക്ഷേ എന്നിട്ട് പിന്നെ നന്നാകുമ്പോൾ ജസ്റ്റ് ഒരു മാനേഴ്സ് ഉണ്ടല്ലോ എന്നോട് അത് പറയേണ്ടതല്ല. അത് അനീഷ് പറയുന്നത് ശരിയാണ്. കാരണം ഇവർ നന്നാകുമ്പോൾ ജസ്റ്റ് അതൊന്ന് പറയേണ്ട മര്യാദ ഷാനവാസിനുണ്ട്. പക്ഷേ ഷാനവാസ് അനീഷായിട്ടൊന്നും അത് ഡിസ്കസ് ചെയ്തിട്ടില്ല. പിന്നെ ഇന്നലെ നടന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളും നെവിനും തമ്മിലുള്ളതേനു കേട്ടോ. അത് നല്ല ടോപ്പ് വിറ്റാണ്. കാരണം അനുമോളെ നല്ല നെവിന് അസലായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അനുമോള് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, അനുമോൾക്ക് എല്ലാ വിക്കറ്റിൽ വന്നാലും അനുമോളെ നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ പൊരിക്കലുണ്ട് മോഹൻലാൽ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്രാവശ്യം പൊരിക്കാനായിട്ടുള്ളത് അനുമോള് തന്നെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അനുമോള് പറയുന്നുണ്ട് ലാലേട്ടൻ വന്ന് പറഞ്ഞാൽ വരെ ഞാനിത് മാറ്റൂല എന്നുള്ളത്. കാരണം നെവിൻ്റെ അമ്മൂമ്മനെ വരെ വിളിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ അനുമോള് പറയുന്ന ഒരു ന്യായം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യത്തിൽ ചിരി വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അനുമോള് പറയുന്നത് ഞാൻ അമ്മനെ വിളിച്ചില്ലല്ലോ, അമ്മൂമ്മനല്ലേ വിളിച്ചതെന്ന്. അപ്പം ശരിക്കും അനുമോളൊരു പൊട്ടത്തേനാണ്. കാരണം മനസ്സിലാക്കണ്ടേ, അമ്മൂമ്മ ഉണ്ടായിട്ടാണ് അമ്മ ഉണ്ടായത്. ഇപ്പം അനുമോളെന്താണെന്നുണ്ടെങ്കിൽ അമ്മ ഉണ്ടായിട്ടാണ്, അങ്ങനെ ആ ഒരു മനസ്സിലാക്കേണ്ടത്. ഞാൻ അമ്മനെ വിളിച്ചില്ല അമ്മൂമ്മയെന്നാണ് വിളിച്ചത് എന്ന്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഈ അനുമോൾക്ക് എന്താ തീരെ വിവരമില്ലേ എന്നുള്ളത്. കാരണം അതെന്തായാലും അടുത്ത വീക്കെൻഡിൽ വരുമ്പോൾ എന്തായാലും മോഹൻലാൽ അത് ചോദിക്കാൻ മതിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ കേട്ടോ.